യേശുവെ നന്ദി, യേശുവെ സ്വസ്ത്രം. എൻ്റെ പേര് അമ്പിളി. ഞാൻ ബെൽത്തങ്ങാടി രൂപതയിൽ നിന്ന് വരുന്നു. എനിക്ക് വർഷങ്ങളായിട്ട് കഴുത്തിന് വേദനയുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അത് തേയ്മാനമാണെന്ന് അറിഞ്ഞത്. ഞാൻ ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് എനിക്കത് അങ്ങനെ തേയ്മാനമാണെന്നറിഞ്ഞത്. പിന്നെ ഞാനൊരു സ്പൈനൽ ഡോക്ടറെയും കാണിച്ചു. ഡോക്ടറും പറഞ്ഞു തേയ്മാനത്തിൻ്റേതാണ് വേദന എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനും പോയി. അതിനുശേഷം എനിക്ക് വേദന കൂടുകയും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെടൽ തിരിക്കുമ്പോൾ പെടൽ ഇങ്ങനെ എന്നെ ഉളുക്കുമായിരുന്നു. അതൊരു ദിവസം മുഴുവൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറോളം എനിക്ക് ആ വേദന നീണ്ടു നിൽക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് കോളർ വെക്കാതെ അങ്ങോട്ടും യാത്ര ചെയ്യാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ 2 വർഷത്തോളമായിട്ട് അത്ഭുത ജപമാല കണ്ടിന്യൂ കൂടുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ്. അന്ന് തൊട്ട് എനിക്കിവിടെ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം നവംബർ 1-ാം തീയതി ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ അത്ഭുത 1 ഡേ കൺവെൻഷന് വന്നു. അന്ന് അച്ഛൻ പറഞ്ഞു കഴുത്തിന് വേദനയുള്ളവരെല്ലാം മുട്ടുപായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ പെടലിക്ക് ആ ഉളുക്ക് വന്നിട്ടില്ല. 2 മാസം കഴിഞ്ഞു അല്ലേ? 3 മാസത്തോളം. 3 മാസം. നല്ലൊരു കയ്യടി കൊടുത്തതിന്. എത്ര വർഷമായിട്ടുള്ള കഴുത്തുവേനയായിരുന്നു? ഒരു 5-8 വർഷത്തോളം. 5-8 വർഷമായിട്ടുള്ള അതിശക്തമായ കഴുത്തുവേന വന്നവരാരെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് കേട്ടോ. ഇന്നും ആ സൗഖ്യം കർത്താവ് തരുന്നുണ്ടായിരുന്നു. പലർക്കും ആ കഴുത്തുവേന സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ ആ കോളർ വെച്ചിട്ടുമില്ല. എന്നും വിശ്വാസപ്രമാണം ചൊല്ലി ഒലിവ് ഓയിൽ തൂത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ വേറൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ കിണറ്റിലെ വെള്ളം അത് മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴത്തേനും ഒരു മഞ്ഞ കളർ പോലെ മഞ്ഞപ്പാട പോലെ വരും. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പക്ഷേ ഞാനിവിടുന്ന് വെഞ്ചരിച്ച് ഉപ്പ് കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി കിണറ്റിലിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം വെള്ളം നല്ല ഓണം തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുത്തതിന് സ്നേഹമുള്ളവരെ, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രകൃത്യാതീത അത്ഭുതം. അതായത് വെള്ളം എപ്പോഴും ഇങ്ങനെ മഞ്ഞ നിറത്തിൽ കിടക്കുക. വേനൽക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് അത് ആ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കഞ്ഞി വയ്ക്കുക അല്ലെങ്കിൽ ചോറൊക്കെ വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ടോ? പെട്ടെന്ന് ഭക്ഷണം നാശാവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടിക്കുക ആ രീതിയിൽ തന്നെ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ടോ? ഇപ്പോൾ ഇല്ല. ഒരു മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നല്ലോണം കലങ്ങുകയും ചെയ്യും. അപ്പോൾ പിന്നെ പറ്റാത്ത അവസ്ഥ വരില്ല. ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ സൗഖ്യം വിടുതൽ കിട്ടിയത്. കണ്ടോ, ഇതെങ്ങനെയാണ് മാറിപ്പോണേ. വർഷങ്ങളായിട്ടുള്ള അവരുടെ കിണറ്റിൻ്റെ പ്രതിഭാസമാണത്. അത് വെഞ്ചരിച്ച കല്ലുപ്പ് കൊണ്ടുപോയി അതിൽ വിശ്വാസമാണ് ചൊല്ലിയിട്ടപ്പോൾ അത് തെളിഞ്ഞ വെള്ളമായി തീർന്നു. കണ്ടോ, ഇതാണ് അത്ഭുതം. എത്രയോ അത്ഭുതങ്ങൾ. അതുപോലെ തന്നെ പല്ലിശല്യം മാറി കിട്ടി. കണ്ടോ. അനുഗ്രഹം തന്നെ യേശുവിനും